ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ഭഗവത്ഗീത ലെവൽ 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ അറ്റൻഡൻസ് ഒക്കെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. ചിലപ്പം ഇതിനു മുൻപും കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഭഗവത്ഗീത എത്ര കേട്ടാലും നല്ലത് തന്നെയാണ്. പിന്നെ ഇതിനു മുൻപേ ഈ ഭഗവത്ഗീത എന്താണ് എന്ന് അറിയണതിന് മുമ്പേ ഇത്ര ലഘുവാണോ ഭഗവത്ഗീത, ഭഗവാൻ ഇത്ര വിശദമായിട്ട് ഓരോ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ എന്ന് എല്ലാ സംശയത്തിനും സാധാരണക്കാർക്ക് അറിയുന്ന വിധത്തിൽ ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഈ ശ്രദ്ധാത്രയ വിഭാഗ യോഗവും. വളരെ എപ്പോഴും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. എങ്ങനെ വേണം ആഹാരം കഴിക്കാൻ, എങ്ങനെ വേണം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ, നമ്മളുടെ മനസ്സ്, ചിന്ത, പ്രവൃത്തിയൊക്കെ എങ്ങനെ വേണം. അതുപോലെ തന്നെ ഏതിനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏതിൽ കൂടെയാണ് ഉയരേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യവും, തപസ് എങ്ങനെ, ദാനം എങ്ങനെ, യജ്ഞം എങ്ങനെ, പൂജ എങ്ങനെ, എല്ലാ കാര്യവും വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന വളരെ നല്ല സുന്ദരമായ ഒരു അധ്യായമാണ് 17ാമത്തെ അധ്യായം, ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ശ്രദ്ധാത്രയം എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, ഓരോ സത്വ രജ തമ എന്നുള്ള ആ 3 പ്രകൃതി ഗുണങ്ങൾക്ക് അത് അനുയോജ്യമായിട്ട് ഓരോ മനുഷ്യരിലും അവരുടെ പൂർവജന്മ കൃതം പുണ്യം പാപം അതിനൊക്കെ അനുസരിച്ച് ഓരോ മനുഷ്യരിലും സ്ഥായിയായിട്ടുള്ള ആ ഭാവം തമസാണോ രജസാണോ സാത്വികമാണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രവൃത്തി. കുറച്ച് സമയം 1 മണിക്കൂർ നേരം ഒരാളെ നിരീക്ഷിച്ചാൽ കൃത്രിമല്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരേത് വിഭാഗത്തിൽ പെടുന്നു. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും താമസന്മാരായാൽ പോലും അയ്യോ എന്താ ചെയ്യുക, ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കല്ല വേണ്ടത്. ഉയരാൻ സാധിക്കും. അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് എപ്പോഴും പറഞ്ഞു വരുന്നത് തന്നെയാണ് ഹരേ കൃഷ്ണ എന്ന് സദാ ജപിക്കും. എപ്പോഴെങ്കിലും അല്ല, എല്ലാ സമയവും ജപിച്ച് അതിന് ഒരു സിദ്ധി കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഉയരാനായിട്ട് സാധിക്കുക. ഇനി ഇവിടെ 16ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു ദൈവ സ്വഭാവം എന്താണ്, ആസുര സ്വഭാവം എന്താണ്, വിശദമായിട്ട് ദൈവ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളത് ഏതൊക്കെയാണ് നമ്മളിലുള്ളത് എന്നും ഇല്ലാത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഏതാണ് എന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കണം. അത് കഴിഞ്ഞു ഇനി അത് അധ്യായം നോക്കണ്ടെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള അധ്യായങ്ങളാണ്.
നമുക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. അല്ലാണ്ട് ഇപ്പൊ അമ്പലത്തില് വഴിപാടുകൾ പാൽപ്പായസാവട്ടെ അങ്ങനെയുള്ളത് എന്ത് ചെയ്യണമെങ്കിലും തിരിച്ച് അത് കിട്ടുന്നുള്ള ഒരു കാര്യം. പാൽപ്പായസം ചീട്ടാക്കി പ്രസാദം ഒന്നും തരില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിനുള്ള ആൾക്കാർ അവിടെ വല്ലാതെ കുറയും. അതുപോലെ തന്നെ ഇതോരോന്നും അനുഷ്ഠിച്ചാല് ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ നാമം ജപിക്കൂ, എൻ്റെ വാക്കുകൾ കേൾക്കൂ എന്ന് ഭഗവാൻ പറയുന്നത് എന്തിനാണ്? നമ്മളുടെ ഹൃദയത്തിന്റെ ഹൃദയ ഗുഹയില് അണുമാത്രമായിരിക്കുന്ന ആ ഭഗവാനെ ഉണർത്താനാണ്. നമ്മളുടെ ആ മനസ്സ് ഭഗവാന്റെ പാദത്തിൽ ചേർത്ത് വെക്കാനാണ്. നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു വിചാരത്തോടു കൂടി നമുക്ക് ഉയരണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് വേണം ഭഗവത്ഗീത വായിക്കാനും. അത് വെറുതെ വായിച്ചാൽ പോരാ, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അത് പ്രാവർത്തികമാക്കണം. അതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. 15-ാം അധ്യായത്തില് തലതിരിഞ്ഞ അരയാൽ വൃക്ഷം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് അറിഞ്ഞ് സ്വാംശീകരിക്കാനുള്ളതാണ്. വലിയ അറിവാണത്. പിന്നെ ഈ 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതൊക്കെ പ്രായോഗികമാക്കാനുള്ള കാര്യങ്ങളാണ്. ഏതാണ് നല്ല കാര്യം, ഏതാണ് ചീത്ത കാര്യം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 തരം നരകത്തിനെ കുറിച്ച് പോലും ഭഗവാൻ പറഞ്ഞു. ക്രോധവും കാമവും ലോഭവും ഒന്നും പാടില്ല, അതൊക്കെ നരകത്തിന്റെ കവാടങ്ങളാണ് എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു ഈ നാശത്തിലേക്കുള്ള 3 വഴികളും. ഏതാ നരകത്തിന്റെ ദ്വാരങ്ങൾ 3 ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനം ആത്മന. അവനവന്റെ നിങ്ങളുടെ നാശത്തിന് ഉള്ള 3 കാര്യങ്ങളാണ് കാമം, ക്രോധം, ലോഭം. കാമം എന്ന് പറഞ്ഞാല് എന്താണ്? ഈ സ്ത്രീകളോടുള്ള അടുപ്പം എന്നുള്ളതല്ല കാര്യം. ലോകത്തിൽ കാണുന്ന സകല ഭൗതികതയോടും ഉള്ള ആകർഷണം ആണ്. അതിനെ എങ്ങനെ ജയിക്കണം? വിവേകം കൊണ്ട്. ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ഞാൻ നേടേണ്ടത് എന്നുള്ള ആ വിചാരം കൊണ്ട് കണ്ട വസ്തുക്കളിൽ ഇണ്ടൽ കൊണ്ടവൾ കൊണ്ടുവാ എന്ന് കൽപ്പിക്കുകയും മണ്ടന്മാരായ നിങ്ങൾ അതിന്റെ പിന്നാലെ ഓടുകയെന്ന് കല്യാണ സൗഗന്ധത്തിൽ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ കണ്ട വസ്തുക്കളിൽ ഇഷ്ടം തോന്നിയിട്ട് നമുക്കത് സ്വായത്തമാക്കണം എന്ന ആഗ്രഹം പാടില്ല. അതുകൊണ്ടാണ് സന്യാസിമാർക്കൊക്കെ വസ്ത്രം പോലും 2 ഉണ്ടാവുള്ളൂ, 3-ാമത് ഒരെണ്ണം ഉണ്ടാവില്ല അവർക്ക്. അങ്ങനെ അത്യാവശ്യമുള്ളതിനോട് മാത്രം വിചാരിക്കുക. കാമം എന്നതിനെ അങ്ങനെ വിവേകപൂർവം ജയിക്കണം. പിന്നെ പറഞ്ഞു ക്രോധം. ക്രോധത്തിനെ ആത്മനാശകരമായിട്ടുള്ള അഗ്നിയാണ്. നമ്മൾ ദക്ഷന്റെ കഥയൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു. അതുപോലെ എത്ര വലിയ ആളായിരുന്നു അല്ലെ, മഹാത്മാവായിരുന്നു, ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു, 16 പെൺകുട്ടികളുടെ അച്ഛനായിരുന്നു. അവരെല്ലാവരും നല്ല നിലയ്ക്ക് നല്ല നല്ല ആളുകളെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു. ശിവന്റെ പത്നിയായിരുന്നു സതി എന്ന 16-ാമത്തെ കുട്ടി. പക്ഷെ എന്താ ഉണ്ടായേ? അഹങ്കാരം തലയ്ക്ക് കയറിയിട്ട് അഹങ്കാരം അതിൽ നിന്ന് മാറിയിട്ട് ക്രോധമായി. തന്നെ മാനിച്ചില്ല എന്നുള്ള ആ ഒരു തലയ്ക്ക് കയറിയപ്പോ, ആ ഒരു വിചാരം കയറിയപ്പോ അത് ക്രോധമായിട്ട് വന്നു. ക്രോധം വന്നപ്പോ എന്താണ്ടായേ? ആത്മനാശം. സ്വന്തം തല അങ്ങോട്ട് പോയി, പകരം ആടിന്റെ തല വെക്കേണ്ടി വന്നു കുറെ കാലം. അതാണ് ക്രോധം ഉപേക്ഷിക്കണം. എന്തുകൊണ്ട് ഉപേക്ഷിക്കണം? സ്നേഹം കൊണ്ട്. സ്നേഹമാണ് ക്രോധത്തിനുള്ള മറുമരുന്ന്. പിന്നെ ലോഭം. പോരാ പോരാ എന്ന് വിചാരിച്ചിട്ട് എത്രയോ ഭിക്ഷക്കാര് മരിക്കുമ്പോ പറയില്ലേ, അവരിരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറെ പണം കിട്ടി, അല്ലെങ്കിൽ അവര് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയിട്ട് അതിലാണ് വലിയ വീടാണ്, ഫ്ലാറ്റാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനെ കൂട്ടിവെക്കണ്ട, ജീവിക്കാൻ മറന്നു പോകരുത് എന്നതാണ്. ഭഗവാനെ വിചാരിച്ച് അത്യാവശ്യങ്ങൾക്കൊക്കെ ചെലവഴിച്ച് ആവശ്യത്തിൽ കൂടുതലുള്ളത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്തിട്ട് വേണം നമ്മളുടെ സമ്പത്തിനെ ശുദ്ധമാക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കാമം, ക്രോധം, ലോഭം എന്ന 3 കാര്യങ്ങള് നരകത്തിന്റെ ദ്വാരമാണ് എപ്പോഴും ഓർക്കണം. തസ്മാത് ഏതത്രയം ത്യജേത് എന്നാണ് അർജുനനോട് പറഞ്ഞത്. ഈ 3 കാര്യങ്ങളും കാമവും ക്രോധവും ലോഭവും
എനിക്കില്ലല്ലോ എന്ന് ഓരോ ദിവസവും നമ്മൾ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ആലോചിക്കണം. അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ നേരത്ത് ഇന്നെനിക്ക് അനാവശ്യ വസ്തുക്കളിലുള്ള ആഗ്രഹം ഉണ്ടാവില്ല, കിട്ടിയത് പോരാ പോരാ ഇനി വേണം എന്നുള്ള ലോഭം ഉണ്ടാവില്ല, ഒരിക്കലും ക്രോധവും ഉണ്ടാകില്ല. അത് എൻ്റെ ആത്മനന്മയ്ക്കാണ്, ഉന്നതിക്കാണ് എന്നുള്ള വിചാരം ഉണ്ടാവണം. അത് 16-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പിന്നെ 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഏതൈർ വിമുക്ത കൗന്ദേയ, ഈ 3 കാര്യങ്ങളെയും പിന്നിലാക്കിയാല് അല്ലെങ്കിൽ ഉപേക്ഷിച്ചാല്, തമോദ്വാരൈ, ഇതൊക്കെ തമസിന്റെ, അജ്ഞാനത്തിന്റെ, അറിവില്ലായ്മയുടെ വാതിലുകളാണ്. ആചരതി ആത്മനശ്രേയ യതോ തതോ യാതി പരാം ഗതി, അങ്ങനെയുള്ള ആണ് പരമമായ ഗതിയെ പ്രാപിക്കുക. ആത്മാവിന്റെ തന്നെ ശ്രേയസ് അയാൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. അത് ചിലപ്പോ എന്തെങ്കിലും ഒരു സംഭവമായിട്ടായിരിക്കാം, ഒരു അനുഭവമായിട്ടായിരിക്കാം, ഒരു സുഹൃത്തിന്റെ, ഒരു കുട്ടിയുടെയോ വാക്കുകൊണ്ടായിരിക്കാം. എങ്ങനെയായാലും ആ ശ്രേയസിന്റെ പാതയിലേക്ക് പോവും എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ആരാണോ ശാസ്ത്രവിധിയൊന്നും കൂടാതെ ഓരോ അവനവന് തോന്നിയ വിധത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ ന സിദ്ധിം അവാപ്നോതി, അവർക്കൊരിക്കലും സന്തുഷ്ടി കിട്ടുകയില്ല. ന സുഖം ന പരാംഗതി, കാരണം ഈ ഹിമാലയത്തിലെ സ്വന്തം ആത്മ സംയമനം കൊണ്ടും തപസ്സുകൊണ്ടും വ്യാസമഹർഷിയെ പോലെയുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ആ യോഗദൃഷ്ടി കൂടി കിട്ടിയിട്ടുള്ള അറിവാണ് അവര് നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ അനുഷ്ഠിക്കുകയാണ് നമുക്ക് ശ്രേയസ്. അതല്ലാതെ ഒരു ശാസ്ത്രവിധിയും ഒരു ഭഗവത്ഗീതയിലെ വാക്യവും ഭാഗവതത്തിലെ കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ എനിക്ക് തോന്നണതാണ് എൻ്റെ നിയമം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ, അതാണ് ശാസ്ത്രവിധിയും ഉത്സൃജ്യ, ശാസ്ത്രവിധിയെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാമകാരത, അവനവന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് തോന്നിയാലും, ഇപ്പം പ്രത്യേകിച്ച് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തന്നെ, അതിന്റെ പിന്നാലെ പോയാൽ എന്തുണ്ടാവും? അത് ആത്മനാശകരമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്ന കാര്യം ഭഗവാൻ ഇവിടെ പറഞ്ഞു. ന സുഖം ന പരാംഗതി, അവർക്ക് ഈ ലോകത്തിൽ സുഖവും കിട്ടില്ല, പരലോകത്തിലേക്കുള്ള വഴിയും അവിടെ അടഞ്ഞു പോകും. അതുകൊണ്ട് അവസാനത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിലെന്താ ഭഗവാൻ പറഞ്ഞത്? തസ്മാത്, അതുകൊണ്ട് ശാസ്ത്രം പ്രമാണം തേ, ഏതാ ശാസ്ത്രം? ഭഗവാന്റെ വാക്കുകളാണ് ശാസ്ത്രം, ഭഗവത്ഗീതയാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ഭാഗവതമാണ്. ഭാഗവതത്തിലെ കുറെ ഭാഗത്ത് സ്തുതികളായിട്ടും തത്വചിന്തകളായിട്ടും അല്ലെങ്കിൽ ഈ കഥകളിൽ കൂടിയൊക്കെ അറിയേണ്ട തത്വമായിട്ടും, വെറുതെ കഥ കേട്ടു പോവാതെ അതൊക്കെ അറിയണം. അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ശാസ്ത്രമായിരിക്കട്ടെ അർജുന നിന്റെ ജീവിതത്തിലും നീ പ്രമാണമായിട്ട് എടുക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾക്കനുസരിച്ച് വേണമല്ലോ ജീവിക്കാൻ. അതുപോലെ നമ്മളുടെ ജീവിത വിജയം വേണോ, ആത്മസാക്ഷാത്കാരം വേണോ, അങ്ങനെയുള്ളവർക്ക് പ്രമാണം എന്താണ്? ശാസ്ത്രം, ഭഗവാന്റെ വാക്കുകളാണ് പ്രമാണം. കാര്യാകാര്യ വ്യവസ്ഥിതം, എന്താണ് കാര്യം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വ്യക്തമാക്കി തരണ ആ ശാസ്ത്രവാക്കുകളാകട്ടെ നിന്റെ പ്രമാണം. അങ്ങനെയാണ് പറഞ്ഞത് അവസാനിപ്പിച്ചത്. അതിനോട് ചേർന്നാണ് 17-ാമത്തെ ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന ആ അധ്യായത്തിന്റെ തുടക്കം. അർജുനൻ ചോദിക്കാണ്, അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ശാസ്ത്രമാണ് പ്രധാനം, ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ ശാസ്ത്രം എന്നുള്ളിടത്തൊക്കെ നമുക്ക് ഭഗവത്ഗീത എന്ന് ഓർക്കാം. അതില് പറയാത്തതുപോലെ അവനവന്റെ മനസ്സിൽ തോന്നണത് പോലെ ചിന്തിച്ച് അത് പക്ഷെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യാൻ, അങ്ങനെയുള്ളവരുടെ ഗതി എന്താണ് എന്നാണ് 1-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ചോദിക്കുന്നത്. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വം ആഹോ രജസ്തമാ. അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികൾ ഒന്നും അറിയില്ല, ഭഗവത്ഗീത എന്ന് കേട്ടിട്ട് തന്നെ ഇല്ല, അതെന്തോ
എത്തിപ്പിടിക്കാൻ വയ്യാത്ത ഒരു പുസ്തകമാണ് എന്നാണ് വിചാരം. തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ എൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, ഞാൻ അവിടേക്ക് ഞാൻ പോവും. എല്ലാ ദിവസവും പോവും, കുറച്ച് പ്രദക്ഷിണമൊക്കെ വെക്കും, ഒരു വഴിപാടൊക്കെ ചെയ്യും. എന്നെ രക്ഷിക്കണേ, എൻ്റെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ലിസ്റ്റൊക്കെ ഭഗവാന് കൊടുക്കും, ഇങ്ങോട്ട് പോരും. അതാണ് ആ ആളുടെ മനസ്സിലുള്ള ഭക്തി. അതാണ് പറഞ്ഞത് ഇവിടെ. ശാസ്ത്രവിധി ഉത്സൃജ്യ, ശാസ്ത്രവിധി ഒന്നും ശ്രദ്ധിക്കാതെ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹ ആരാധന ഏറ്റവും ചെറിയ ലെവലാണ്. അങ്ങനെ പോയി ആ അമ്പലത്തിലത്തെ പ്രഭാഷണങ്ങള്, മുമ്പൊക്കെ അമ്പലങ്ങളിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ പോലെ തിക്കി തിരക്കി നിന്ന് ഒരു സെക്കൻഡ് ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു മാതിരി അതല്ല ശരിക്കും അമ്പലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആ പഞ്ചേന്ദ്രിയങ്ങളെയും തൃപ്തമാക്കുന്ന ആ കളഭത്തിന്റെ വാസനയും വാദ്യഘോഷങ്ങളുടെ ആ ശബ്ദവും നാമജപത്തിന്റെ ആ മുഖരിതയും അതുപോലെ തന്നെ ചന്ദനമൊക്കെ തൊടുമ്പോഴുള്ള ആ കുളിർമയും അതൊക്കെ കലർന്നിട്ട് ഇതാണ് ഒരു വിശേഷപ്പെട്ട ജീവിത രീതി, ഇതാണ് എനിക്ക് സുഖം തരുന്നത് എന്ന് ഉള്ള ആ തോന്നലുണ്ടാവണം. അതിനാണ് അമ്പലങ്ങൾ. അതിന് ശേഷം അത് ഒന്നാമത്തെ പടി. അതിനുശേഷം നമ്മൾ ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുക, അതിലേക്കൂടെ ഉയരുക, അങ്ങനെ അത് നമ്മളുടെ ഭാഗമാക്കി മാറ്റുക, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അത് രണ്ടാമത്തെ പടി. പിന്നെ മറ്റുള്ളവരെയും കൂടി, സഹജീവികളെ ഒക്കെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക. അവർക്കും ഈ അറിയാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ആയാലാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാവും. അതിനു പകരം അതൊന്നും ചെയ്യാതെ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വ തമ രജ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുക എന്നാണ്. ഏ ശാസ്ത്രവിധി മുത്സൃജ്യ, ആരാണോ ശാസ്ത്രവിധികളെ ഒക്കെ കളഞ്ഞിട്ട് യജന്തേ ശ്രദ്ധയാന്വിത, അവർക്ക് തോന്നുന്ന പോലെ ഒരു വിധത്തിൽ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. തേഷാം നിഷ്ഠാതുക്ക കൃഷ്ണ, അവരുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ്? സത്വമാഹോ രജസ്തമ, അവരിൽ കാണുന്ന ഗുണം സത്വമാണോ രജസാണോ തമസാണോ? കൃഷ്ണ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ മറുപടി പറയാണ്. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ, സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. അർജുന, നീ പറഞ്ഞല്ലോ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. ഈ ശ്രദ്ധ 3 തരത്തിൽ തന്നെയാണ് ഉള്ളത്. സാത്വികമായിട്ട്, രാജസമായിട്ടും താമസികമായിട്ടുമുള്ള ശ്രദ്ധ. അത് ചിലർക്ക് ഇയാൾ ഇന്ന വീട്ടിൽ ജനിച്ചു, ഇയാൾക്ക് കുറച്ചധികം സാത്വികം കൊടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റേ ആള് ഒരു പൂജയും ഭജനയും ഒന്നുമില്ലാത്ത വീട്ടിലാണ്, അയാൾ താമസിയായി പോട്ടെ, അല്ലെങ്കിൽ ഇയാൾ സമ്പന്ന വീട്, അയാൾക്ക് കുറെ ധന സമ്പാദന കാര്യങ്ങളൊക്കെയാണ്, ബാങ്കൊക്കെയാണ് വീട്ടിലുള്ളത്, അവർക്ക് രാജസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കണത്. എങ്ങനെയാ കൊടുക്കണേ? പൂർവകർമ്മ ഫലത്തിനനുസരിച്ച് മാത്രമാണ് കാണുന്നത്. രാമായണത്തില് വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ രത്നാകരന്റെ ഭാര്യയോട് ഇയാൾ പോയി ചോദിച്ചില്ലേ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലം നിങ്ങൾ കൂടി ഒട്ടൊട്ട് പകുക്കുമോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നതേ വരൂ. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ എന്ന് യാതൊന്നും പഠിച്ചിട്ടില്ലാത്ത രത്നാകരന്റെ ഭാര്യ ചോദിച്ചില്ലേ? അതേപോലെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, അയാൾ എന്തൊരു ദുഷ്ടനാണ്, എന്നിട്ടും അയാൾക്ക് എന്താ എപ്പോഴും ഈ നല്ലത് മാത്രം വരണേന്ന് ചോദിച്ചാല് അയാളുടെ ദുഷ്ടത്തരത്തിന് ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ മതിയാവില്ല. അത് പിന്നീട് വരുന്ന ജന്മങ്ങളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ അയാള് ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള ഒരു ജീവിയായി പിറന്ന് ആട്ടിക്കൊണ്ടിട്ടും കല്ലേറ് കൊണ്ടിട്ടും ഒക്കെ വിഷമിക്കാറാവും. പക്ഷെ എന്താ കഷ്ടം എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഓർമ്മ വരില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. അതിനാണ് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെ പ്രകൃതി നമ്മൾ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത്, പ്രാരാബ്ധ കർമ്മമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, അതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും
സാത്വിക ഗുണം ചിലപ്പോൾ ഏറെ കൊടുക്കും. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, കുട്ടികളുടെ പ്രോഗ്രാമിലൊക്കെ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തനിയെ വന്നു ചേരാണ്. അതൊക്കെ പൂർവജന്മകൃതാണ്. ദേഹീനാംസ സ്വഭാവജ, അവരുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ് അതൊക്കെ ഉണ്ടാവുന്നത്. അത് 3 തരത്തിലാണ്: സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടും പറഞ്ഞു തരാം. ശൃണു എന്ന് പറഞ്ഞാൽ കേട്ടാലും. 3-ാമത്തെ ശ്ലോകം. സത്വാ അനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോ അയം പുരുഷോ യോ യത് ശ്രദ്ധ സ ഏവഥ. എന്താണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതനുസരിച്ച് നമുക്കൊരു സംസ്കാരം ഉണ്ടാവും. ആ ഒരു സൂക്ഷ്മദേഹവും ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധ ഏത് തരത്തിലുള്ളതാണോ ആ ആള് അതനുസരിച്ചായാണ് ജീവിതത്തിൽ വരുന്നത്. സത്വാനുരൂപ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകൃതി എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമ്മളുടെ മനസ്സിൽ ശ്രദ്ധ അല്ലെങ്കിൽ താല്പര്യം. ചിലത് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നല്ല ഇഷ്ടാവുക. വസ്ത്രമായാലും ആഭരണമായാലും ഒക്കെ ഒരാൾക്ക് ഇഷ്ടാവുന്നത് അല്ല തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേറെ 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 ഇഷ്ടമാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഇഷ്ടം ഉണ്ടാവുന്നത്. ശ്രദ്ധാമയോ അയം പുരുഷോ യോ യത് ശ്രദ്ധ സ ഏവ സ. ഒരാളുടെ ശ്രദ്ധ ഏതു തരത്തിലാണോ എപ്പോഴും ഒന്നിനെ തന്നെ വിചാരിച്ചിരിക്കുക, ആ വിധത്തിലായി നമ്മൾ മാറുന്നതാണ്. ഒരാളുടെ ശ്രദ്ധാമയോ അയം പുരുഷോ, ഏത് കാര്യത്തിലാണ് ശ്രദ്ധ കൂടുതൽ ആ ആള് ആ തരത്തിൽ തന്നെ ആയി മാറും. ഈ ദുര്യോധനനെയൊക്കെ ശരിക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലതായിരുന്നു. പക്ഷെ ഏത് നേരത്തും ഈ ശകുനിയുടെ കൂട്ടുകെട്ടും കർണന്റെ ആ സ്വാർത്ഥതയും എല്ലാം കൂടിയിട്ട് അങ്ങനെ ആയി പോയതാണ്. അതാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒരാളുടെ ശ്രദ്ധ ഏത് തരത്തിലാണോ ആ ആള് അതനുസരിച്ച് ഇരിക്കും. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസമാണ് വളർത്തി എടുക്കുന്നത്. യുധിഷ്ഠിരനാണെങ്കിൽ എന്താ വിചാരിക്കുക, എപ്പോഴും ധർമ്മം ചെയ്യണം, ധർമ്മം മാത്രം ചെയ്യണം, ധർമ്മം ചെയ്താല് ആ ചെയ്യുന്ന ആളെ ആ ധർമ്മം തന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച് കടും പിടുത്താണ് ധർമ്മത്തില്. അല്ലെങ്കിൽ ആ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്നതൊക്കെ കണ്ട് സഹിച്ചിരിക്കോ? അർജുനനാണെങ്കിൽ വിചാരിച്ചത് എന്താ, രാജസമാണ് ഏറ്റവും വലിയ കാര്യം. അമ്പും വില്ലും എടുത്തിട്ട് ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്, മറ്റുള്ളവരെ രക്ഷിക്കാൻ അർഹതപ്പെട്ടവരാണ് രാജാക്കന്മാര് എന്നാണ് അർജുനന്റെ വിചാരം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിചാരമാണ്. അത് പ്രകൃതിക്ക് അനുസരിച്ചുള്ളതാണ്. പിന്നെ കൂട്ടുകെട്ടും സദാ ആരുടെ കൂടിയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് അതൊക്കെ മാറ്റം വരുന്നതാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തിനെ ആണ് വളർത്തി എടുക്കുന്നത്. അതനുസരിച്ച് ഓരോരുത്തരും ഓരോ പ്രത്യേകതരം വിശ്വാസത്തിൽ വരുന്നു. ചിലര് ദേവിയെ, ചിലര് ശിവനെ, ചിലര് ഭഗവാൻ കൃഷ്ണനെ, ഗണപതിയെ, അങ്ങനെ ധനത്തിന് ദേവിയെ, വിദ്യയ്ക്ക് സരസ്വതിയെ, അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തില് വിശ്വാസം കൊണ്ട് നടക്കുന്നു. 4-ാമത്തെ ശ്ലോകം. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാംശ അന്യേ യജന്തേ താമസാ ജന. പൂജകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. 3 തരത്തിലുള്ള പൂജയുണ്ട്. ഇതിൽ മുകളിൽ കാണിച്ചതുപോലെയുള്ളത് സാത്വിക പൂജയാണ്. ശിവനെ ആയാലും വിഷ്ണുവിനെ ആയാലും ബ്രഹ്മാവിനെ ആയാലും ദേവി ആയാലും ഗണപതി ആയാലും അങ്ങനത്തെ ദേവതമാരെ ഒക്കെ പൂജിക്കുക. അത് സാത്വികമായിട്ടുള്ള ആൾക്കാരാണ്, സ്വഭാവമുള്ളവരാണ് അങ്ങനെ ചെയ്യുക. നമ്മളൊക്കെ മിക്കവാറും ആ വകുപ്പിൽ പെട്ടവരായിരിക്കും. പിന്നുള്ളത് രാജസ സ്വഭാവമാണ്. അവര് അസുരന്മാരെയാണ്. ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ കാലത്ത് ഹിരണ്യകശിപു പറഞ്ഞു, ഒരൊറ്റ ആള് വിഷ്ണുന്നോ കൃഷ്ണന്നോ നാരായണന്നോ ജപിക്കാൻ പാടില്ല. എന്ത് ജപിക്കണം? ഹിരണ്യായ നമഃ ജപിക്കണം. അങ്ങനെ പറഞ്ഞു.
അപ്പൊ അതിനെ എതിർക്കാനൊന്നും ആർക്കും ധൈര്യമില്ല. അവരെല്ലാവരും ഹിരണ്യായനെ മന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലറിനെ പൂജിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സിനിമാ നടിമാരെ പൂജിക്കുന്നവര്, അവർക്ക് അമ്പലം പണിയുന്നവരെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇത്ര. അങ്ങനെ രാജാക്കന്മാരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരെ എങ്ങനെ സ്തുതിക്കുക, അവരെ നമസ്കരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാരാ? അവര് രാജസ സ്വഭാവികളാണ്. ഇതുപോലെ രാജാവിനെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം വേണം എനിക്ക് കാശ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞില്ലേ, രാജാവ് നല്ല ഭംഗിയുള്ള ഒരു ദീപസ്തംഭം ഉണ്ടാക്കി വെച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇതിനെ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു തരും, അതിന്റെ ഗുണങ്ങൾ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ദീപസ്തംഭത്തിനേക്കാളേറെ അത് ഉണ്ടാക്കിയ രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട്, അത് ചെവിയിൽ ഇങ്ങനെ കേൾക്കുമ്പോ ആർക്കാ ഇഷ്ടം ഉണ്ടാവാതിരിക്കുക അവനെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോ. അങ്ങനെ ഇഷ്ടമുണ്ടാവും, സന്യാസിമാർക്ക് ഇഷ്ടമുണ്ടാവില്ല അതൊന്നും. അങ്ങനെ രാജസികളായിട്ടുള്ള ആ ആൾക്കാര് രാജാക്കന്മാരെയും അതുപോലെ അവരവർക്ക് ഗുണമുണ്ടാവണ കാര്യങ്ങൾ ചെയ്ത് നമസ്കരിക്കുക, നാമം ചൊല്ലുക, അവരുടെ പേരിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി നിൽക്കുക. അങ്ങനെ ദീപസ്തംഭത്തിന്റെ ഗുണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ കുഞ്ചൻ നമ്പ്യാർ എഴുതിക്കൊണ്ടുവന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കുഞ്ചൻ നമ്പ്യാര് എന്താ എഴുതിയത്? ദീപസ്തംഭം ആശ്ചര്യം, എനിക്കും കിട്ടണം പണം. അത് കണ്ടപ്പോ രാജാവിന് മനസ്സിലായി, ഈ എഴുതിയേക്കുന്നത് മുഴുവനും മുഖസ്തുതിയാണ്, ഒറ്റ ആളുടെ മനസ്സിലും ഉള്ളതല്ല, അവർക്ക് പണം കിട്ടണം, അതാണ് കാര്യം എന്ന് തുറന്നു പറയാൻ അന്നൊരു കുഞ്ചൻ നമ്പ്യാരുണ്ടായിരുന്നു. അതുപോലെ രാജാവിന്റെ വസ്ത്രം, ഒരു വസ്ത്രം ഇട്ടിട്ടില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു, അയ്യോ എന്തൊരു ഭംഗിയാണ്, എന്റെ നിറം അങ്ങനെ എങ്ങനെ. അപ്പൊ ആ മനസ്സില് ഇന്നസെൻസ് ഇല്ല, നിഷ്കളങ്കതയില്ല ആ ഒരു കുട്ടി മാത്രാണ് വിളിച്ചു പറഞ്ഞത്, അല്ലേ? രാജാവ് നഗ്നനാണ്, ഇവരെല്ലാവരും അത് കാണുന്നുണ്ട്, പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് രാജാവിന് ബോധോദയം ഉണ്ടായത്. അങ്ങനെ അങ്ങനത്തെ അസുര സ്വഭാവമുള്ളവര് അല്ലെങ്കിൽ രാജസ സ്വഭാവികള് അങ്ങനെയുള്ളവരെയാണ് പൂജിക്കുക. തമോ ഗുണപ്രധാനികൾ ആരെയാ പൂജിക്കുക? അവര് ചിലപ്പോ ഒരു കല്ലിന്റെ മുന്നിൽ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിചാരിച്ചോളൂ അപ്പൊ നടക്കുന്നൊക്കെ പറഞ്ഞ് വല്ലവരും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കും. ചില മരത്തുമ്പിൽ ഇതുപോലെ ഭൂതപ്രേത ബാധയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പൂജിക്കും. അതിന് കാശ് കിട്ടാൻ കുറെ ആൾക്കാരുണ്ടാവും. അതൊന്നുമല്ല വേണ്ടത്. ഏതാ വേണ്ടത്? സാത്വിക സ്വഭാവം ഉള്ളവരാവുകയാണ് വേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷ രക്ഷാംസി രാജസ. രക്ഷസ്സുകളെയും രാജാക്കന്മാരെയും അവരവർക്ക് ആവശ്യമുള്ള ആൾക്കാരെയും ഒക്കെ പൂജിക്കും ഈ രാജസ സ്വഭാവികളായ ആളുകൾ. തമോ ഗുണപ്രധാനികളാവട്ടെ ഭൂതപ്രേതാദികളെ എപ്പോഴും അവരെയാണ് ആരാധിക്കുക. അതനുസരിച്ച് അവരുടെ മുഖത്തൊക്കെ എപ്പോഴും ഒരു ഭയോ വിഷമോ ഒരു അസംതൃപ്തിയും ഒക്കെ ആയിരിക്കും അവർക്കുണ്ടാവുക. രാജസികൾക്ക് എപ്പോഴും ഒരു നിമിഷവും ഇല്ല, വെറുതെ കളയാനില്ല, അവർക്ക് പ്രവൃത്തി തന്നെ പ്രവൃത്തി. അവസാനം എന്താ കാര്യം? ഒരു സമാധാനത്തോടു കൂടി ഇരിക്കാൻ ഒരു സമയം കിട്ടൂല. സാത്വികർക്കാവട്ടെ അവർക്ക് ധാരാളം സമയം ഉണ്ടാവും. അവര് ഭഗവാനെ ദേവനെയും ദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുമാണ്. അപ്പൊ ഭഗവാൻ മുമ്പ് പറഞ്ഞു, ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിക്രമിക്കണം. നമ്മൾ അമ്പലത്തിൽ പോവുകയും പൂജ ചെയ്യുകയും ഒക്കെ വേണം. പിന്നെ അതിനെ അതിക്രമിച്ചിട്ട് ഗുണാതീതൻ എന്ന അവസ്ഥയിലേക്ക്. എന്താണ് ആ അവസ്ഥ? അമ്പലത്തിൽ പോണ്ടാന്നോ വിഗ്രഹം പൂജിക്കണ്ടാന്നോ അല്ല, അതിനപ്പുറത്തായിട്ട് സകല ജീവികളുടെ ഹൃദയങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നു. അങ്ങനെ അശരണരായിട്ടുള്ളവരെ സേവിക്കലാണ് ഏറ്റവും വലിയ ആരാധന. ധനം ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക, വിശന്നു വരുന്നവർക്ക് വിശപ്പടക്കാനുള്ള ഒരു ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ദാഹിച്ചു വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു നോക്കൂ, എത്രയോ വലിയ പുണ്യം. കിളികൾക്ക് ഇപ്പൊ എത്രയോ ആൾക്കാർ വെള്ളം വെക്കുന്നുണ്ട്. കാക്ക പോലുള്ളതിനൊക്കെ വെള്ളം കുടിച്ച് സന്തോഷമായിട്ട് പോവാം. അതിന് കിളികൾക്ക് മാത്രമല്ല ചെടികൾക്കും മാടിക്കുഴഞ്ഞിരിക്കുന്ന അവർക്ക് ശക്തി ഉണ്ടായാൽ നമുക്ക് എത്ര പഴങ്ങളും പൂക്കളും ഒക്കെ അവർ തരുന്നു. കണ്ണിനുള്ള ഭംഗി സൗന്ദര്യം ഒക്കെ അവര്. അപ്പൊ തിരിച്ച് അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കുക. അതിനാണ് ഈ ഭൂതയജ്ഞം എന്നൊക്കെ പറയണത്. അങ്ങനെ ചെയ്യുന്നവരെയാണ് എന്ത് പറയാ? സാത്വിക ബുദ്ധികൾ എന്ന് പറയാം. ഇനി അടുത്തതാ, ഇദ്ദേഹമൊക്കെ എത്രയോ സാത്വികനാണ് ശ്രീല പ്രഭുപാദർ. ഏത് സമയവും അദ്ദേഹം ഭഗവാനെ ആരാധിക്കും.
ഹരേ കൃഷ്ണ എന്നുള്ള നാമജപം എപ്പോഴും ചുണ്ടിലുണ്ടാകും. മാത്രമല്ല തെറ്റായ വഴി കൂടെ നയിക്കണവരൊക്കെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരിക. അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ. അത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജന ദംഭ അഹങ്കാര സംയുക്ത കാമ രാഗ ബല അന്വിത. തന്നെക്കാൾ വലിയ ആൾക്കാരൊന്നും ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് അശാസ്ത്രവിഹിതമായിട്ടുള്ള, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ തോന്നും. രാമായണത്തിലെ ശംഭൂകന്റെ കാര്യം പറഞ്ഞില്ലേ, ശംഭൂകന് എന്തൊക്കെയോ നേടാനുണ്ട്. ചിലപ്പോൾ അത് സകല ലോകത്തിന്റെയും ആധിപത്യമായിരിക്കാം. രാവണൻ വിചാരിച്ച പോലെ രാവണൻ ഒരു കോണിപ്പടി കെട്ടാൻ തുടങ്ങിയെന്നാണ്. സ്വർഗത്തിലേക്ക് നേരിട്ട് ആ കോണിപ്പടിമേ കൂടെ നടന്ന് കയറാൻ സാധിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ശാസ്ത്രത്തിലൊന്നും പറയാത്തതുപോലെ അത് ഏത് മജീഷ്യനോ ധനവാനോ ഒന്നും സാധിക്കാത്ത കാര്യമല്ലേ. അതുപോലെ അങ്ങനെയല്ല വേണ്ടത്. അശാസ്ത്രവിഹിതമായിട്ടുള്ള ഘോരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. അത് ദംഭാണ്, അഹങ്കാരമാണ്, കാമം രാഗം ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തനിക്ക് തോന്നിയതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് പൂന്താനം പറഞ്ഞില്ലേ, അർത്ഥാശയ്ക്ക് വേണ്ടിയിട്ട് അഗ്നിഹോത്രാദികൾ ചെയ്യുന്നു ചിലർ. അഗ്നിഹോത്രം വളരെ വിശേഷപ്പെട്ട ഒരു ഹോമം തന്നെയാണ്. എല്ലാ ഗൃഹസ്ഥന്മാരും വീട്ടിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അതെന്തിനു വേണ്ടിയിട്ട്? അർത്ഥം കിട്ടണം എന്നുള്ള വിചാരത്തോടു കൂടി, എനിക്ക് ഐശ്വര്യം ഉണ്ടാവണം, അതിനായിട്ട് ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്നു എന്ന് വിചാരിക്കാതെ വേണം ചെയ്യാൻ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജന. അങ്ങനെ ചെയ്യുന്നവർ സ്വയം തപിക്കുകയാണ്, ദുഃഖിക്കുകയാണ് ചെയ്യുക. അവർക്ക് അതിന്റെ പിന്നിലുള്ള വികാരം ദംഭാണ്, അഹങ്കാരമാണ്. അമ്പലത്തിലേക്ക് ഒരു ചിത്രം കൊടുക്കാണ്, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് എന്തെങ്കിലും ഒരു കല്ല് അവിടെ വെക്കാനായിട്ടോ എന്തിനേലും കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളില് ഇന്ന സ്ഥലത്തെ ഇന്നയാൾ വക എന്ന് എഴുതി കൊടുത്താൽ പിന്നെ അതിനെയാണ് പറയുന്നത് അഹങ്കാരാണ്, ദർപ്പമാണ് എന്നുള്ള കാര്യം. അങ്ങനെ ആവാൻ പാടില്ല. കാമരാഗ ബലാനിത്, അതിനൊക്കെ അടിസ്ഥാനം അവരുടെ മനസ്സിൽ നിൽക്കുന്ന ആ കാമമാണ്. അതിനെയാണ് നരകത്തിന്റെ വാതിൽ നിന്ന് ഭഗവാൻ പറഞ്ഞത്. ഇനി 6-ാമത്തെ ശ്ലോകം. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ച ഏവ അന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയം. ശരീരത്തില് സ്ഥിതി ചെയ്യുന്നുണ്ട് ആര്? ഭഗവാൻ. ആ ഭഗവാനെ ആണ് ഇങ്ങനെയുള്ളവർ വിഷമിപ്പിക്കുന്നത് എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദേഹത്തിന്റെ നിലനിൽപ്പിനെ വേണ്ടിയിട്ട് ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെ ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്രനിർദ്ദിഷ്ടം അല്ലാത്ത കഠിന തപസ് അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ, അവര് അസുരന്മാരാണ്. ഇതേ കണ്ടില്ലേ, ഓരോ യോഗം ചെയ്യാൻ ഞാൻ ഭഗവാനെ നമസ്കരിക്കാണ് എന്നും പറഞ്ഞിട്ട് മേലാസകലം ഭസ്മമൊക്കെ കൂട്ടി തൊട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൊടി മാതിരി ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടോ തല മണ്ണിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ? അങ്ങനെയൊന്നും ചെയ്യരുത്. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം എന്നാണ്. ശരീരത്തിനെ സംരക്ഷിച്ച് അതുകൊണ്ട് ധർമ്മം ചെയ്യാണ് വേണ്ടത്. അതിനു പകരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് മുന്നിൽ ഒരു വിരിയും വിരിച്ച് പണവും ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ എന്നെ, മാം, അവര് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അവര് അസുരന്മാരാണ്. കർഷയന്ത ശരീരസ്ഥം, ശരീരത്തിനെ കർഷയന്തം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുന്നു. ഭൂതഗ്രാമം അചേതസ, അചേതസ്സുകളായ മനസ്സിലെ ശുദ്ധിയില്ലാത്ത ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നു. മാം ച ഏവ അന്ത ശരീരസ്ഥം, ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനായ എന്നെയും അവർ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താൻ വിദ്ധി അസുര നിശ്ചയാൻ, അവര് അസുരന്മാരാണ് എന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കുക. ഇനി അപ്പം എന്താ പറഞ്ഞത്? 3 തരത്തിലുള്ള പൂജകളെ പറഞ്ഞു അല്ലെ? സാത്വിക പൂജ, ദേവന്മാരെ
രാജസ പൂജ അങ്ങനത്തെ സാധാരണ രാജാക്കന്മാരെയൊക്കെ പോലെയുള്ള സാധാരണക്കാരെ, പിന്നെ താമസ പൂജ എന്ന് പറഞ്ഞാല് ഭൂതഗണങ്ങളെയൊക്കെയാണ്. അവര് ചെയ്യുന്ന പ്രവൃത്തിയും അതനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ആഹാരം 3 തരത്തിലുണ്ട്. അതേതൊക്കെയാണ്? ഇവര് 3 തരത്തിലുള്ള ആൾക്കാരുടെ ആഹാരം എന്തൊക്കെയായിരിക്കും എന്നാണ്. അർജുനൻ തുടക്കത്തിൽ ചോദിച്ചില്ലേ ഇവരുടെയൊക്കെ നിഷ്ഠകൾ എന്താണ് ഭഗവാനെ എന്ന് ചോദിച്ചതിന്റെ ഉത്തരാണ് പറയുന്നത്. അവര് 3 കൂട്ടർ ഇങ്ങനത്തെ പൂജയാണ് ചെയ്യുക. അതില് അർജുന ഏറ്റവും നല്ലത് സാത്വികമായ പൂജയാണ് എന്നറിയുക. ഇനി ആഹാരത്തിന്റെ കാര്യം 7, 8, 9 ശ്ലോകങ്ങളിൽ പറയുന്നു. 7 ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ തപ തഥാ ദാനം തേഷാം ഭേദം ഇമം ശൃണു. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിലും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും ഇഷ്ടം അനിഷ്ടം. ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് കണ്ടാൽ തന്നെ അറിയാം. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി 3 ശ്ലോകം വെച്ച് അങ്ങനെ പറയാണ്. ഇതിലിപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നു ഈ 3 എണ്ണത്തില്. പിന്നെ 3 ശ്ലോകത്തില് യജ്ഞത്തെ കുറിച്ച് പറയുന്നു. പിന്നെ 3 ശ്ലോകത്തില് എങ്ങനെയാണ് സാത്വിക തപസ്, രാജസ തപസ്, താമസ തപസ്. അതേപോലെ അവസാനത്തെ 3 ശ്ലോകത്തില് ദാനം എങ്ങനെയാണ് എന്ന് പറയാം. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ. 3 തരത്തിലുള്ള ആഹാരം ഉണ്ട് എന്ന് അറിയുക. യജ്ഞ തപ തഥാ ദാനം തേഷാം ഭേദം. യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലും മാത്രമല്ല ആഹാരത്തിൽ തന്നെ ഈ 3 സ്വഭാവികളും വ്യത്യസ്തമായിട്ടാണ് പെരുമാറുക. ഇനി ആദ്യം സാത്വിക സ്വഭാവം ഉള്ളവരുടെ ആഹാരം എന്തായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും എന്നാണ്. ആയു, സത്വ, ബല, ആരോഗ്യ, സുഖ, പ്രീതി, വിവർധന, രസ്യ, സ്നിഗ്ധ, സ്ഥിര, ഹൃദ്യ, ആഹാര, സാത്വിക, പ്രിയ. സാത്വിക സ്വഭാവന്മാർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ദീർഘായുസ് നൽകുന്നതായിരിക്കും, നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്നതായിരിക്കും, ബലം ശരീരത്തിന് ശക്തി നൽകുന്നതായിരിക്കും, ആരോഗ്യത്തിനെയും സന്തുഷ്ടിയെയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയെയും വളർത്തുന്നതായിരിക്കും, രസവത്തായിരിക്കും, സ്നിഗ്ധമായിരിക്കും, ആസ്വാദ്യമായിരിക്കും, കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാത്ത നല്ല ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം ആയിരിക്കും അവർ കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉത്സാഹമുണ്ടാവും, ഉറക്കം വരില്ല, സുഖമായിട്ടിരിക്കാൻ സാധിക്കും, തൃപ്തി ഉണ്ടാവും. പിന്നെ സ്നിഗ്ധമാണ്, കുറച്ച് എണ്ണമയമുള്ളത്, വളരെ ഉണങ്ങി വരേണ്ടതായിരിക്കില്ല. അപ്പൊ എപ്പോഴും വെള്ളം ദാഹിക്കാനും കുടിക്കാനും നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, ഇതുപോലെ പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, കിഴങ്ങ് വർഗങ്ങളുണ്ട്, അങ്ങനെ ഇലവർഗങ്ങളുണ്ട് അല്ലെ. അങ്ങനത്തെ പ്രകൃതി തരുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഒന്നാമതായിട്ടുള്ള നല്ല വസ്തുക്കൾ. അത് ഉപയോഗിച്ച് എത്രയോ ഭക്ഷണം ഉണ്ടാക്കാം. അത് കഴിച്ചുകൊള്ളുക, അതാണ് സാത്വിക ഭക്ഷണം. അല്ലാതെ നോൺ വെജിറ്റേറിയൻ അല്ല, അത് കഴിക്കരുത്. അതുപോലെ തന്നെ എങ്ങനത്തെയൊക്കെ കഴിക്കരുത് എന്ന് ഇനി പറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് സാത്വിക ഭക്ഷണം. എന്തൊക്കെ തരം ഭക്ഷണം അത് ഇങ്ങനെ കഴിക്കാം, അതൊക്കെ കഴിച്ചോളൂ എന്നാണ്. അടുത്ത ശ്ലോകം ഇനി രാജസന്മാരുടെയാണ് പറയുന്നത്. കട്ടു, അമ്ല, ലവണ, അത്യുഷ്ണ, തീക്ഷ്ണ, രൂക്ഷ, വിദാഹിന. ആഹാരം രാജസസ്യേഷ്ട ദുഃഖ ശോകാമയപ്രദ. അപ്പൊ സാത്വിക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു. മനസ്സിന് സുഖവും ബലവും ശരീരത്തിന്റെ ആരോഗ്യവും സത്വഗുണവും സന്തോഷവും ആണ് ആ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ തോന്നുക. രജോ ഗുണക്കാരുടെ കാര്യം എന്താ അവസാനത്തെ വാചകത്തിൽ പറയുന്നത്? ദുഃഖ ശോക ആമയപ്രദ. അവർക്ക് അവസാനം അതാണ് സങ്കടമായിരിക്കും. അയ്യോ എന്തൊരു ഉറക്കം വരുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ സങ്കടമാണ്, ഒരു സ്വാദില്ല ഭക്ഷണം എന്നൊക്കെ അങ്ങനെ അവർക്ക് തോന്നും. കയ്പ്, പുളി, ഉപ്പ്, കടുത്ത ചൂട് അല്ലേ. ചിലര് ചായയൊക്കെ കുടിക്കില്ല, ഇങ്ങനെ തൊണ്ട പൊള്ളണം, മതി, അതൊന്നും പാടില്ല. അതൊക്കെ രാജസ സ്വഭാവമാണ്. ഭയങ്കര പുളി വേണം,
കയ്പോണ്ട് എല്ലാ നേരവും കയ്പയ്ക്ക തന്നെ. കടുത്ത ഉപ്പ്, എത്ര ഉപ്പിട്ടാലും കുറച്ചുകൂടി ഉപ്പ്, അങ്ങനെ പറയാ. എരിവ് മുളകിനെ നന്നായിട്ടിട്ട് അരയ്ക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ള. പിന്നെ വരൾച്ച എന്ന് പറഞ്ഞാൽ യാതൊരു എണ്ണമയാവട്ടെ ജലത്തിന്റെ ഒരു സ്നിഗ്ധത അംശവും പോലും ഇല്ലാതെ വരണ്ടുണങ്ങിയ പദാർത്ഥങ്ങളെ കഴിക്കുക. അതൊക്കെ രാജസ സ്വഭാവികളാണ് ഇഷ്ടപ്പെടുന്നത്. അടുത്ത ശ്ലോകം. അപ്പൊ അവർക്ക് അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? ദുഃഖമാണ്, ആമയമാണ് ഉണ്ടാവുക. ദുഃഖ ശോക ആമയപ്രദ ആണ് കഴിച്ചാൽ അത് ഉണ്ടാവുക. 10ാമത്തെ ശ്ലോകാണ് താമസന്മാര്. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടം അഭിച അമേധ്യം ഭോജനം താമസപ്രിയം. താമസ സ്വഭാവികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? യാതയാമം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, യാമം എന്ന് പറഞ്ഞ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആ ഭക്ഷണം താമസമാണ്. ഗതരസം, അതിന് സ്വാഭാവികമായിട്ടും ഒരു സ്വാദുണ്ട്, അത് ഗതം, അതില്ലാണ്ടായി. ആ ഭക്ഷണമൊക്കെ താമസമാണ്. പൂതി പര്യുഷിതം എന്ന് പറഞ്ഞാല് ദുർഗന്ധം ഉള്ളതാണ്, അത് പഴകിയതാണ്. ഉച്ഛിഷ്ടം, മറ്റുള്ള ആൾക്കാർ കഴിച്ച് അവരുടെ കയ്യിലത്തെ അഴുക്കും അതൊക്കെ ആയിട്ട് ഉച്ഛിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. അമേധ്യം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഉള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. ഭോജനം, അങ്ങനത്തെ ആ ഭക്ഷണങ്ങളാണ് താമസപ്രിയർ, താമസ സ്വഭാവികളാണ് അത് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. ഇത് ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു മത്സരമൊക്കെ ഉണ്ട്, മുളക് തീറ്റ. പിന്നെ ചിലര് എന്ത് കറി വെച്ചാലും വീണ്ടും വീണ്ടും അതിൽ മുളക് ഇട്ടൊക്കെ ആണ് കഴിക്കുക. അത് ഇപ്പൊ തന്നെ അറിയാം, അത് താമസ സ്വഭാവികളാണ് അവര്. അതുപോലെ തന്നെ ഇതാ ഫംഗസ് പിടിച്ചതും പഴയതും ദുർഗന്ധമുള്ളതും ഒക്കെ ആയ ഭക്ഷണങ്ങൾ അയ്യോ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എങ്ങനെയാ കളയാ വിചാരിച്ച് കഴിക്കരുതേ. അത് നമുക്ക് ആരോഗ്യത്തിനെ നശിപ്പിക്കും. ശരിക്കും എങ്ങനെ കഴിക്കണം? 3 മണിക്കൂറിന് മുമ്പ് കഴിക്കണം. ഉണ്ടാക്കി പാചകം കഴിഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ അത് കഴിക്കണം. സ്വാദ് നഷ്ടപ്പെടാതെ കഴിക്കണം. ദുർഗന്ധമില്ലാതെ. ഇപ്പൊ പാലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കുക, കേടുവരിക ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ മണം ഉണ്ടാവും, അത് കഴിക്കരുത്. ഉച്ഛിഷ്ടം, മറ്റുള്ളവർ കഴിച്ചതിന്റെ ബാക്കി അവരുടെ ഉമിനീരോ അവരുടെ കയ്യിന്റെയും നഖത്തിലേക്ക് ചളിയോ ഒക്കെ അതിലുണ്ടാവും, അതുകൊണ്ട് അത് കഴിക്കരുത്. അത് പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ആരെ? താമസ സ്വഭാവികൾ. അവരത് കഴിച്ചിട്ട് പറയും എന്തൊരു സ്വാദാണ്, ഗതരസം, രസമൊക്കെ പോയി വേറെ ആയി കഴിഞ്ഞു, എന്നാലും അവര് പറയും ഇത് നല്ല സ്വാദാണ്, അത് കഴിക്കരുത് എന്നാണ്. അപ്പൊ 3 തരം ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി യജ്ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സാത്വിക ഭക്ഷണം നല്ലതായിരിക്കും, അത് കഴിച്ചാല് പുതിയ ഭക്ഷണമായിരിക്കും. വല്ലാത്ത എരിവ്, പുളി, ഉപ്പ് അങ്ങനത്തെ കടുത്ത രസങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും. കുറച്ച് ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയൂല. പകുതി, വയറ് ഒരു ബൗളാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പകുതി മാത്രം കട്ടി ആഹാരം കഴിക്കുക. ബാക്കി ഉള്ള പകുതിയില് 1/4 ഭാഗം വെള്ളം, പേയമായിട്ടുള്ള കുടിക്കുന്നതായിട്ടുള്ള പാനീയം, മോര്, രസം, വെള്ളം അങ്ങനത്തെ ഒക്കെ കഴിക്കുക. ബാക്കിയുള്ള 1/4 ഭാഗം ഒഴിച്ചിടണം. അവിടെ വായു പ്രവർത്തിച്ചിട്ട് വേണം ശരിയായ ദഹനം നടക്കാൻ. അല്ലാതെ ഈ അരഭാഗവും 1/4 ഭാഗവും വീണ്ടും 1/4 ഭാഗവും അങ്ങനെ മുഴുവൻ ഭാഗവും ഈ ചോറ് പോലെയുള്ള കട്ടി ആഹാരങ്ങൾ കൊണ്ട് വയറ് നിറച്ചു കഴിഞ്ഞാല് ദഹനം ബുദ്ധിമുട്ടാവും. അങ്ങനെ ചെയ്യരുത് എന്നാണ് സാത്വിക ഗുണം ഉള്ളവരുടെ കാര്യം ഉദാഹരണമാക്കിയിട്ട് പറഞ്ഞത്. പിന്നെ രാജസക്കാരുടെ കാര്യം പറഞ്ഞു. കഠിനമായിട്ടുള്ള എരിവ്, പുളി, കയ്പ്, ഉപ്പ് അങ്ങനെയുള്ളതും പാടില്ല. അതിന്റെ ഫലം ദുഃഖമായിരിക്കും, ആമയം, രോഗങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. താമസ സ്വഭാവികൾ കേടുവന്നതേ കഴിക്കുള്ളൂ. അതുപോലെ ഉണ്ടാക്കി 3 മണിക്കൂറിന് ശേഷമുള്ളതേ കഴിക്കുള്ളൂ. മണം തന്നെ വ്യത്യാസപ്പെട്ടതാണ് കഴിക്കുക. വളരെ ഇങ്ങനെ വരണ്ട ഭക്ഷണമൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും, അത് ഒഴിവാക്കണം. ഇനി ഭക്ഷണത്തിന്റെ കാര്യം കഴിഞ്ഞു. യജ്ഞത്തിന്റെ കാര്യമാണ് ഇനി പറയുന്നത്. 11, 12, 13 ശ്ലോകങ്ങളിൽ. അഫലാകാംക്ഷിഭിർയജ്ഞോ
വിധിദൃഷ്ടോയ യുജ്യതേ യഷ്ടവ്യം മേ ഏതി മന സമാധായ സ സാത്വിക. ഫലകാംക്ഷ കൂടാതെ, ഫലം വേണം ഇതിനെ, ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഇന്നത് കിട്ടണം. അമ്പലത്തിൽ വെടി വെച്ചു, ഞാൻ 10 വെടി വെച്ചിട്ടുണ്ട്, അയാൾ 2 വെടിയെ വെച്ചിട്ടുള്ളൂ, അപ്പൊ എനിക്ക് തന്നെയായിരിക്കും ഫലം കൂടുതൽ. അല്ലെങ്കിൽ പ്രദക്ഷിണം വെക്കുക, ഞാനൊരു പ്രദക്ഷിണം, അല്ലെങ്കിൽ അയാൾ ഒരു പ്രദക്ഷിണം വെച്ചു, ഞാൻ 4 പ്രദക്ഷിണം വെച്ചു, അപ്പൊ എനിക്ക് ഫലം കൂടുതൽ കിട്ടണം. അങ്ങനെ വിചാരിക്കാതെ യാതൊരു ഫലം, എത്രയോ പ്രാവശ്യം ഞാൻ നടക്കും, എനിക്ക് അത്രയും നാമം ചൊല്ലി ഭഗവാനെ വിചാരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേണം പ്രദക്ഷിണം വെക്കാൻ. അങ്ങനെയല്ലാതെ അഫലാകാംക്ഷിഭിർയജ്ഞോ, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുക. വിധി ഇഷ്ടോയ യുജ്യതേ, ഇത് വേദവിധി പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട്, യഷ്ടവ്യം, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഉള്ള അനുഷ്ഠാനങ്ങളാണ് സാത്വികമായ യജ്ഞം എന്ന് പറയുന്നത്. 3 തരം യജ്ഞമുണ്ട്. സാത്വികം, രാജസം, താമസം എന്ന്. അതിൽ സാത്വികമായ യജ്ഞത്തിനെ കുറിച്ചാണ് പറയുക. എനിക്ക് ഇതിന്റെ ഫലം ഞാൻ ഭഗവാനോട് ചോദിച്ചു വാങ്ങില്ല, ഞാൻ ചെയ്യേണ്ടതാണ്, യഷ്ടവ്യമാണ്, ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ വീട്ടില് ഒരു അമ്മൂമ്മ നമ്മളെ വളർത്തി നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് അവരുടെ സമയം മുഴുവനും നമ്മളെ കൊച്ചുകുട്ടിയാകുമ്പോൾ നമ്മളെ വളർത്താനും സന്തോഷിപ്പിക്കാനും ചെലവഴിച്ചിട്ടുള്ള അവരാണ്. അവർക്ക് പ്രായമായി, അവർക്ക് വയ്യാതായി കിടക്കുകയാണ്. അപ്പം എന്തൊരു ശല്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ആളുകളെ വെച്ചിട്ട് ഇത് എത്രയാണ് പൈസ കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ച് വിഷമിക്കാൻ പാടില്ല. യഷ്ടവ്യം, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇതെന്റെ കടമയാണ് എന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് അവരവരുടെ സ്വത്തൊക്കെ ഇന്നാൾക്കല്ലേ കൊടുത്തത്, അപ്പൊ അവര് നോക്കട്ടെ എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെറുതാവുമ്പോ നമ്മളെ അങ്ങനെയല്ല അവര് വളർത്തിയിട്ടുണ്ടാവുക. എല്ലാവരും ഒരുപോലെ, അവരുടെ എന്തോ ബുദ്ധി മോശം കൊണ്ട് ചിലപ്പോ ഈ സ്വത്ത് പങ്കുവെക്കുന്നതിൽ വ്യത്യാസം വന്നേക്കാം. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. യഷ്ടവ്യം, ഇതെന്റെ കടമ എന്ന് വിചാരിച്ചിട്ട് നോക്കൂ, അതിൽ നിന്നും കിട്ടുന്ന ആനന്ദം വളരെ വലുതായിരിക്കും. അതാണ് അഫലാകാംക്ഷിഭിർ ആവണം, ഫലം ഉദ്ദേശിച്ചു കൊണ്ടാവരുത്. വിധി പ്രകാരം എല്ലാം എങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ ചെയ്യണം. യഷ്ടവ്യം, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന്, ഇതെന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന യജ്ഞം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ജപമാല കയ്യിലെടുത്തിട്ടായിരുന്നു, 4 ആവണില്ലല്ലോ, അല്ലെങ്കിൽ 16 ആവണില്ലല്ലോ, സമയം എത്രയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കി, അങ്ങനെ ചെയ്യാൻ പാടില്ല. പറ്റണ അത്ര പ്രാവശ്യം സമയം തന്നെ നോക്കണ്ട, അങ്ങനെ ജപിക്കുക. അതാണ് സാത്വികമായിട്ടുള്ള കർമ്മം എന്നറിയുക. പിന്നെ 12ാമത്തെ ശ്ലോകം. അഭിസന്ധായ തു ഫലം ദംഭാർത്ഥം അഭിചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഫലകാംക്ഷയോട് കൂടി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വലിയവനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യജ്ഞം അനുഷ്ഠിക്കുക, അതിനെയാണ് എന്ത് പറയുക? രാജസമായിട്ടുള്ള യജ്ഞം. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഗർവ് കാട്ടാൻ, ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ സപ്താഹം നടത്താൻ പോവാണ്, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുക, അതൊക്കെ വേണ്ടതല്ല, അത് രാജസമാണ് എന്ന് അറിഞ്ഞാലും. അഭിസന്ധായ തു ഫലം, ഫലത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. ദംഭാർത്ഥം, ഞാനാണ് ചെയ്യുന്നത്, എല്ലാവരും കണ്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് എല്ലാവരോടും പോയി പറയണം എന്നുള്ള വിചാരത്തില് അതിന് എത്ര വേണമെങ്കിൽ പണം ചെലവാക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള യുജ്യതേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് രാജസം. തം വിധി എന്ന് അറിയുക. ഇനി താമസയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദവിധികളൊന്നും അനുസരിക്കില്ല, പ്രസാദ വിതരണം ചെയ്യില്ല. അതൊക്കെ ഇവിടെ ഞങ്ങൾ പണം ചിലവാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാനുള്ളതല്ല. ഒരു വലിയ പാത്രം നിറച്ച് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള 2 3 വെച്ച് ബാക്കി എല്ലാതും അങ്ങോട്ട് കൊടുക്കണം.
അതൊന്നും ചെയ്യാതെ, പ്രസാദ വിതരണം ചെയ്യാതെ, വേണ്ട വിധത്തിൽ മന്ത്രം ഒന്നും ഉച്ചരിക്കാതെ, മന്ത്രം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിവർന്നിരിക്കണം, കണ്ണും മൂക്കും ചെവിയും അതിനൊക്കെ മനസ്സിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം. അങ്ങനെ ഭ്രൂമധ്യത്തില് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട്, അങ്ങനെ സഗുണര് നിർഗുണരാണെങ്കിൽ എപ്പോഴും ആ ഒരു വിളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈതന്യമോ മാത്രം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ മാത്രം വിചാരിച്ചിട്ട് ഓം നല്ല ജപത്തോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യാം. മന്ത്രഹീനം ആവരുത്, ഒരു മന്ത്രവും ഇല്ലാതെ ചെയ്യരുത്. അദക്ഷിണം, നമ്മൾ ഒരു ആചാര്യനെ വിളിച്ചു വരുത്തിയിട്ട് പൂജ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സ് നിറയണ മാതിരി വസ്ത്രമായിട്ടും ധനമായിട്ടും ഭക്ഷണമായിട്ടും അവരെ സന്തോഷിപ്പിച്ച് വേണം പറഞ്ഞയക്കാൻ. അതില്ലാതെ ആ ദക്ഷിണയൊന്നും ഞാൻ കൊടുക്കില്ല, ഇതൊക്കെ അവർ ചെയ്യേണ്ടത് തന്നെയാണ്. എന്തെങ്കിലും അത്യാവശ്യം എത്രയാണെന്ന് വെച്ചാൽ അത് മാത്രം കൊടുക്കുക. ഏറ്റവും വില കുറഞ്ഞ ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശ്രദ്ധാവിരഹിതം, അവർക്ക് വേണ്ടത്ര ശ്രദ്ധയും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്ന ആ യജ്ഞത്തിനെയാണ് താമസം പരിചക്ഷതേ. വിശ്വാസമില്ലാതെ ഇയാളിപ്പോ എന്തൊക്കെയോ ചെയ്യേണ്ടത്, ഇതൊക്കെ വേണ്ട വിധത്തിലാവോ അറിയില്ല എന്നുള്ള ആ വിശ്വാസക്കുറവോട് കൂടിയും പൂജാരിക്ക് കൈ നിറയെ മനസ്സ് നിറയെ തൃപ്തി തോന്നുന്ന വിധത്തിൽ ദക്ഷിണ കൊടുക്കാതെയും വേദവിധികൾ അനുസരിക്കാതെയും ചെയ്യുന്ന ആ യജ്ഞം ആണ് തമോ ഗുണം. അതൊരിക്കലും ചെയ്യരുത് എന്ന് പറയും. ഇനി അടുത്തതായിട്ട് പറയുന്നത് തപസ്സുകളെ കുറിച്ചാണ്. 3 തരത്തിലുള്ള തപസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതും കൂടെ പറയാം. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസ ച ശാരീരം തപ ഉച്യതേ. ഈ ശ്ലോകം കൂടി പറഞ്ഞു. ശരീര തപസ് 3 തരത്തിലുണ്ട്. വാചികം, ഈ സാത്വിക രാജസ് താമസത്തിന് മുൻപ് പറയാണ്. തപസ് എന്ന് പറഞ്ഞാൽ തന്നെ 3 തരത്തിലാണ്. അതിന്റെ അനുഷ്ഠാനങ്ങള് സാത്വിക അല്ല, വാക്ക് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന 3 തരം തപസ്സാണ് ഉള്ളത്. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം, അതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. ദേവന്മാരെ, ഭഗവാന്മാരെ, അതുപോലെ ദ്വിജന്മാരെ, ബ്രാഹ്മണന്മാരെ. ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ആ ഇല്ലങ്ങളിൽ ജനിച്ചവരല്ല, പൂണൂലിട്ടിട്ടുള്ള ആൾക്കാരല്ല, അമ്പലത്തിലെ പൂജാരിമാരല്ല. ആരാ ബ്രാഹ്മണര്? ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറയുന്ന ആ ചൈതന്യത്തെ അറിയാൻ, അതിനോടടുക്കാൻ ശ്രദ്ധ കാട്ടുന്നവരാണ് ബ്രാഹ്മണർ. ആ ബ്രാഹ്മണരിലെ ദേവന്മാരെ ഗുരു, നമുക്ക് ചെറിയ കുട്ടികൾ ഗുരുവായിരിക്കും. നല്ല കാര്യം ആരിൽ നിന്നാണോ നമ്മൾ പഠിക്കുന്നത് അവരോട് നന്ദി ഉണ്ടാവണം. അങ്ങനെ പ്രാജ്ഞന്മാരെ, അറിവുള്ളവരെ ഒക്കെ ആദരിക്കണം. അതാണ് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. അവരെയൊക്കെ നമ്മൾ പൂജിക്കണം, മനസ്സുകൊണ്ട് അവരൊക്കെ ആരാധിക്കണം. ശൗചം, അകത്തും പുറത്തും ശുദ്ധി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ നാമം ചൊല്ലാനൊക്കെ ഇരിക്കുമ്പോൾ ഈച്ചയോ ഉറുമ്പോ കൊതുകോ ഒക്കെ ധാരാളമായിട്ട് വരും. വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പുറത്തുള്ള ശുദ്ധിയും വേണം. വസ്ത്രമൊക്കെ വൃത്തിയായിട്ടിരിക്കണം. അകത്ത് അതേപോലെ തന്നെ യാതൊരു മലിന വിചാരങ്ങളും ഇല്ലാതെ വേണം. അതിനാണ് ആന്തരിക ശുചിത്വം. അങ്ങനെയുള്ള ആ ശൗചത്തോടു കൂടിയും ആർജവം, എന്തുണ്ടെങ്കിലും നേരായ മാർഗത്തിൽ കൂടെ, മനസ്സിലൊന്നും വിചാരിച്ച് വേറൊന്നും പറഞ്ഞ് മൂന്നാമതൊന്നും പ്രവർത്തിച്ച് അങ്ങനെയല്ലാതെ ഒരേപോലെ തെളിഞ്ഞ മനസ്സോടുകൂടി, അതാണ് ആർജവം, യാതൊരു കാപട്യവും ഇല്ലാതെ. ബ്രഹ്മചര്യം അഹിംസാച, ബ്രഹ്മചര്യത്തോടുകൂടി, അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അഹിംസാച പരദ്രോഹം ചെയ്യാതെ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഓരോ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, ഞാൻ എന്തെങ്കിലും പരദ്രോഹം ചെയ്തോ, എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി മറ്റുള്ളവരെ വേദനിപ്പിച്ചോ, അങ്ങനെയാണെങ്കിൽ അത് പിറ്റേ ദിവസം അത് മാറ്റണം. അങ്ങനെയുള്ള ജീവിതത്തിനെയാണ് ശാരീരികമായ തപസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി നാളെ പറയാം. ഓം
വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.